എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തിടെ നടന്ന സെക്രട്ടേറിയറ്റ് അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ഉറവിടമാണ്, എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ള കാര്യമാണ്. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സോഴ്സസ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എക്സാമിന് പോകുമ്പോൾ ആ ഒരു ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം സയൻസ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യരിൽ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാർ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാവും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ SCERT 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നിട്ട് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്രോമോസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാവും. അതാണ് പ്രസ്താവനയിൽ തന്നിട്ടുള്ളത്. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്തായിരിക്കും? ശരിയായിരിക്കും. ശരിയായിരിക്കും. അതായത് ഈ പറഞ്ഞ പ്രസ്താവന എന്താണ്, ഇതെന്താണ്, ശരിയെന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ പറഞ്ഞ ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ആ സ്ലൈഡ് നോക്കുകയാണെങ്കിൽ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം അൾഷിമേഴ്സ് രോഗമാണ്. അതുപോലെ നമ്പർ 9 മൂലമാണ് എന്തുണ്ടാവുന്നത്? ത്വക്കിലെ മെലനോമ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ത്വക്കിലെ മെലനോമ? എന്താണ് 14 അല്ല വരിക 9ആണ്. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇത് തെറ്റാണ്. അപ്പോൾ എന്ത് കിട്ടും? 1 ശരി 2 തെറ്റ് എന്ന് ഉത്തരം കിട്ടും. കറക്റ്റ് SCERTയിൽ അതുപോലെ കൊടുത്ത പോയിന്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഏതാണ് ഇത്? ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് NCERT 11ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അതിൽ 16ാമത്തെ ചാപ്റ്ററാണ് ദഹനവും ആഗിരണവും. എന്താണ് ദഹനവും ആഗിരണവും? അതിൽ പറയുന്നുണ്ട് എന്താണ്, ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന തരുണാസ്ഥി നിർമ്മിതമായ ഒരു അടപ്പ് ആഹാര പദാർത്ഥങ്ങൾ വിഴുങ്ങുമ്പോൾ ക്ലോമത്തിലേക്ക് പ്രവേശിക്കാതെ എന്ത് ചെയ്യുന്നു? തടയുന്നു. അപ്പോൾ ഏതാണ്? ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് ആണ് വരിക, അല്ലേ? അപ്പോൾ ഏതാണ് ഉത്തരം വരിക? എന്താണ് ഏത് ഭാഗമാണ് ശ്വാസനാളത്തിൽ? ഏതാണ്? അപ്പോൾ അതിൽ കറക്റ്റ് കൂടുതലാണ് എപ്പിഗ്ലോട്ടിസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇത് നിങ്ങൾക്ക് അറിയുമായിരിക്കും ചിലപ്പോൾ, പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ SCERT സോഴ്സസ് തപ്പിപ്പോകുന്നത് വെച്ചാൽ നാളെ ഇതേ ഏരിയ ആണ് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സോഴ്സസ് കറക്റ്റ് എന്ത് ചെയ്യുന്നത്, തപ്പി പോകുന്നത്. അപ്പം ഇതിൻ്റെ ഉത്തരം ഏതാ വരിക? ഇതും കറക്റ്റ് SCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഏതാണ്? അകറ്റി നിർത്താം രോഗങ്ങൾ. അതായത് SCERT 10ാം ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്റർ. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അകറ്റി നിർത്താം രോഗങ്ങൾ അതിലാണ് വരും. ഏതാണ് ഈ പറഞ്ഞ എന്താണ് ഏതൊക്കെ വരും? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അല്ലേ? അതിരക്തസമ്മർദ്ദം, ഹൃദയം. അപ്പോൾ ഈ 3 നമ്മുടെ ഓപ്ഷനിൽ തന്നെ. പ്രമേഹവും അതുപോലെ ഏതാണ് ഫാറ്റി ലിവറും പക്ഷാഘാതം. ഇത് 3 പെടും. ഇപ്പോൾ പെടാത്ത ഏതായിരിക്കും വരിക? ഹീമോഫീലിയാണ്. അതുപോലെ തന്നെ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്? ലെപ്റ്റോസ്പൈറ, ക്ഷയം, HIV, ഡിഫ്തീരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ അതേ ചാപ്റ്ററിലാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഓരോ രോഗങ്ങളെ പറ്റി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് പകർത്തുന്നതെന്നുള്ള കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ലെപ്റ്റോസ്പൈറ എലിപ്പനിയൊക്കെയാണ് വരിക. HIV, AIDS ആണ്. അതുപോലെ ഇതൊക്കെ എന്താണ് തെറ്റ് വരും. ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫൈലിയറയിൽ വരിക മന്ദം. ഇതും SCERTയിൽ കറക്റ്റ് ആ ഒരു ചാപ്റ്ററിൽ. അതാണ് SCERTയിൽ ചാപ്റ്റർ 4, 10ാം ക്ലാസ്സിലെ SCERTയിൽ ചാപ്റ്റർ 4 അകറ്റി നിർത്താം രോഗങ്ങൾ. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അടുത്തത് നമ്മളെ ഫിസിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് നമ്മളെ ബയോളജിയിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചുള്ള SCERT എന്നാണ്. അതുപോലെ തന്നെ അടുത്ത എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കുറവ് തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരംഗ ദൈർഘ്യം നോക്കുന്ന സമയത്ത് SCERTൻ്റെ 10ാം ക്ലാസ്സിൽ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. 6ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഒരു കോളം കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. തരംഗ ദൈർഘ്യവും വർണ്ണങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? നീല 460. നീല. അത് കഴിഞ്ഞാണ് എന്ത് വരിക? പച്ച, ചുവപ്പ്,
മഞ്ഞ അല്ലേ, ഇതൊക്കെ അതിന് മുകളിലാണ്. അപ്പം നാളെ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഏറ്റവും കുറവ് ഏതാണ്? 460 ഏതാണ്? നീലയാണ് വരിക. പക്ഷേ നാളെ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ വയലറ്റ് ആയിരിക്കും, കടുനീല, ഇതിൽ ഏത് വേണമെങ്കിൽ തരാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോളം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ റേഞ്ചും കൂടി എന്ത് ചെയ്യുക, ഞങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൻ്റെ റേഞ്ചും കൂടി പഠിച്ചു വെക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് ചോദിക്കാം. എന്താണ് നീല എന്ന് പറഞ്ഞ തരംഗദൈർഘ്യം ഏത്, എത്രയാണ്, എത്ര നാനോമീറ്റർ ആണ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് അല്ലേ. ഇതും നമ്മൾ SCERTന്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? SCERTന്റെ 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കാണ്. മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. 8ാം ക്ലാസ്സിൽ SCERTന്റെ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും എന്ന് പറഞ്ഞാൽ പഴയ ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ആഴവും മർദ്ദവും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ദ്രാവക ഉപരിതലത്തിലുള്ള ആഴം കൂടുന്തോറും ദ്രാവക മർദ്ദം എന്ത് ചെയ്യുന്നു? കൂടുന്നു അല്ലേ. ദ്രാവക ഉപരിതലത്തിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും, ഇപ്പം മുങ്ങൽ വിദഗ്ധരാണെങ്കിൽ താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ആഴം കൂടും. അതിനനുസരിച്ച് ദ്രാവക മർദ്ദം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ദ്രാവക മർദ്ദം. അപ്പോൾ ഏതായിരിക്കും കാരണം? എന്തിനായിരിക്കും? ഉയർന്ന മർദ്ദം ഇതാക്കാൻ വേണ്ടിയാണ്. അതാണ് ദ്രാവക മർദ്ദം. ഉയർന്ന മർദ്ദമാണ് ഇതിൻ്റെ ഉത്തരം വരിക. അല്ല, ഉയർന്ന മർദ്ദം. ആ ഒരു പോയിന്റ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു അല്ലെ. സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബം. ഇതും നമ്മുടെ SCERTന്റെ 7ാം ക്ലാസ്സിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പ്രകാശത്തിന്റെ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് മിഥ്യാ പ്രതിബിംബം? അതായത് ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും അതുപോലെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത്, വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്ക്രീനിൽ ലഭിക്കാത്ത അല്ലെ, അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത അതാണ് മിഥ്യാ പ്രതിബിംബമാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫിസിക്സിലെ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ SCERTയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചാപ്റ്റർ 2 വാതക നിയമങ്ങളും മോൾ സങ്കല്പവും അല്ലെ. വാതക നിയമങ്ങളും മോൾ സങ്കല്പവും എന്ന് പറഞ്ഞ ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SCERTയിൽ കറക്റ്റ് പറയുന്നുണ്ട്. എന്താണ്? ചാൾസ് നിയമത്തിൽ പറയുന്നത് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിൽ താപനിലയ്ക്ക് എന്തായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത്. നേർ അനുപാതത്തിൽ. അതായത് V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? അതായത് V ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്തായിരിക്കും? V ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്തായിരിക്കും? V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? T ആയിരിക്കും വരിക അല്ലെ. V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T ആണ്. അതായത് T കൂടുമ്പോൾ എന്ത് ചെയ്യും? V കൂടും. അപ്പോൾ ഏതാ വരിക? താപനില വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം എന്ത് ചെയ്യും? വർദ്ധിക്കും. അടുത്ത കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റൻ ആണ്, ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി കാണിക്കുന്നത് അല്ലേ. ഇതും SCERTയിൽ 9ാം ക്ലാസ്സിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് കറക്റ്റ്. ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതായത് എന്താണ് 0 to 7 വരെ എന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. 0 to 7 വരെ എന്താണ്? ആസിഡാണ്. അപ്പോൾ 7 എന്താണ്? ന്യൂട്രലാണ്. അതേപോലെ 7ന് താഴെ 7 to മുകളിൽ 7 to 14 വരെ എന്തായിരിക്കും? ബേസ് സ്വഭാവമായിരിക്കും കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലോട് നോക്കുകയാണ്, നമുക്ക് ഏത് ഉത്തരം കിട്ടും? നമുക്ക് ഉത്തരത്തിലോട് നോക്കുകയാണ്, നമുക്ക് ഏത് പറയാം? ഏതാണ്? 0 to ആസിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്ഷൻ A ആണ്. ആസിഡ് സ്വഭാവത്തിന് 0 to 7 ആണ് വരിക അല്ല. ഓപ്ഷൻ A 0 to 7 വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ സയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നോക്കുകയാണ്, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് നമ്മളെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഇതും SCERTയിലെ ഒരു ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്റർ ഉണ്ട് SCERTയിൽ. അതാണ് രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിൽ കറക്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് പറഞ്ഞതാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. എന്താണ്? രാസമാറ്റമാണ് വരിക അല്ല. അപ്പോൾ അത് നോക്കിയാൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പോവുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല ആൾക്കാർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ പറഞ്ഞ സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ. നമ്മൾ പഠിക്കുന്ന ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താണ്, പൊതുവെ ചില പ്രസ്താവനകൾ കൺഫ്യൂസിങ് ആണ്. ഈ സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നമ്മൾ പഠിച്ചെന്താണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. നമ്മൾ പഠിച്ച ഗവർണർ എന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിലൊരു ഡൗട്ട് വന്നിട്ടുണ്ടാകും. സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ് ഇതും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാകും. ഈ കാലാവധിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇത് കറക്റ്റ് നമ്മളെ SCERTൻ്റെ 11ാം ക്ലാസ്സിൽ എന്നാൽ 11ാം ക്ലാസ്സിലെ
LCRTൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, പ്രാദേശിക ഗവൺമെൻറ്. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. 8ാമത്തെ ചാപ്റ്ററാണ് പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ കറക്റ്റ് ഈ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസ്താവനയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, PSC കൊടുത്തിട്ടുണ്ട്. PSC ഇതുപോലെ തന്നെ പ്രസ്താവനയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഏതാണ് സംസ്ഥാന, ആ ചാപ്റ്ററത്തെ കാര്യമാണ് പറയുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഓരോ 5 വർഷം കൂടുന്തോറും അല്ലേ, അപ്പോൾ 5 വർഷം കാലാവധി. ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റാണെന്ന് കറക്റ്റ്. സംസ്ഥാന ഗവൺമെൻറ് ഗവർണർ തന്നെയാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ആരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗവർണർ അല്ലേ. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നില്ല, പ്രാദേശിക ഗവൺമെൻറ് ധനസ്ഥിതി വിലയിരുത്തുന്നുള്ള കാര്യം പറഞ്ഞു. അതായത് സംസ്ഥാനത്തിൻ്റെ അല്ല, സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെയാണ് എന്ത് ചെയ്യുന്നത്, ധനസ്ഥിതി വിലയിരുത്തുന്നത്. പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെയാണ് എന്ത് ചെയ്യുക, ധനസ്ഥിതി. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം 5 വർഷത്തേക്ക് നിയമിക്കുന്ന സംസ്ഥാനവും അതിൽ പറഞ്ഞു. പക്ഷേ ഇതെന്താണ്, തെറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ല, ഏതാണ്, പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ 1, 2 മാത്രമാണ് എന്ത് ചെയ്യുക, ശരിയായിട്ട് വരിക അല്ലേ. ശരിയായ പ്രസ്ഥാനം വെച്ചാൽ 1, 2 എന്താണ് ശരിയാണ്, 3 തെറ്റാണ്. പ്രാദേശിക അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വരിക. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഭേദഗതി എന്നാണ് ചോദിച്ചിട്ട്, ഇത് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ 7ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടനയും വഴികാട്ടിയും. ആ ചാപ്റ്ററിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്താണ്, വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയെ 21A വകുപ്പായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലേ, 2009 ആഗസ്റ്റ് 9. ഇതൊക്കെ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഓർത്തിരിക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇതും നമ്മൾ SCRTൻ്റെ ചാപ്റ്ററാണ്. SCRTയിൽ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലേക്ക്, പുതിയ SCRTയിൽ 4ാമത്തെ ചാപ്റ്ററാണ്. എന്താണ് ആ ഒരു ചാപ്റ്റർ ഇത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അത് അധികാര വിഭജനം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ കറക്റ്റ് പറയുന്നതാണ് സംസ്ഥാന ലിസ്റ്റിലുള്ള ഏതൊക്കെയാണ്, കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ ഭരണം. ഇത് 4ആണ് അവിടെ തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ വിദ്യാഭ്യാസം, വനം ഏതാണ്, സ്റ്റേറ്റ് ലിസ്റ്റിലല്ല, ഏതാണ് ഈ പറഞ്ഞ സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ, കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ എന്താണ് ആദ്യം പറഞ്ഞ കൃഷി, പോലീസ്, അത് 4ആണ് കറക്റ്റ് അവിടെ തന്നിട്ടുള്ളത്. ഇത് 4 ഏതാണ്, സംസ്ഥാന ലിസ്റ്റ്. വിദ്യാഭ്യാസം, വനം എവിടെയാണ്, കൺകറന്റ് ലിസ്റ്റ് അല്ലേ, അതെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ലിസ്റ്റിൽ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളില്ലേ, നിർബന്ധമായിട്ട് യൂണിയൻ ലിസ്റ്റിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളും സമവർത്തി ലിസ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ എക്കണോമിക്സിലോട്ട് പോവുകയാണെങ്കിൽ എക്കണോമിക്സിൽ എന്താണ്, നമ്മൾ ഹോട്ടൽ വ്യവസായം അല്ലെ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്ററിന് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അത് നോക്കുകയാണെങ്കിൽ എന്താണ് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഈ പറഞ്ഞ അതിലെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബാങ്കിങ് ഇൻഷുറൻസും അതിൻ്റെ തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ട ഡയഗ്രാം പൂർത്തിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുക അതിൽ വരിക. ഈ പറഞ്ഞ ഇതൊക്കെ അല്ല, ഇതിൽ ഓരോന്നിലാണ് വരിക. പക്ഷേ ഇത് അതിൽ പൂരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ SCRT ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ഇതൊക്കെ SCRT പോയിന്റ്സ് ആണ്. അതായത് 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 8 ഉണ്ട്. ഏതാണ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 പറയുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. അപ്പം അതിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ നെല്ലൊരു ഖാരിഫ് വിളയാണ് അല്ലെ, എക്കൽ മണ്ണാണ് അനുയോജ്യം, ഉയർന്ന താപനിലയും ധാരാളം മഴയുമുള്ള പ്രദേശങ്ങളിൽ വരുന്നു. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യയിലെ മുഖ്യവിളകൾ ഒരു ഖാരിഫ് വിളയാണ്, ഉയർന്ന താപനിലയും ഇതൊക്കെ ഈ നല്ല പ്രശ്നം. അപ്പം എന്താണ് ഓൾ ഓഫ് ദി എബോവ് വരും അല്ലെ, ഇതെല്ലാം അവിടെ തന്നിട്ടുള്ളതാണ്. 29 ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതും SCRTയിൽ 8ാം ക്ലാസ്സിൽ 11ാമത്തെ ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഓക്കെ,
അതായത് കാർഷിക മേഖലയുടെ ഭക്ഷ്യസ്വരമായി. ഇത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് 1970 മുതൽ 80 വരെയുള്ള 3-ാം പഞ്ചവത്സര പദ്ധതിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്. അടുത്തത് വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലെ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറക്കാൻ ഉദ്ദേശിക്കുന്ന നയം എന്ന് പറഞ്ഞതാണ് സ്വകാര്യവൽക്കരണമാണ്. ഇതും സ്വകാര്യവൽക്കരണത്തെ പറ്റി നമ്മൾ SCERT 9-ാമത്തേൽ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും 9-ാം ക്ലാസ്സിൽ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്വകാര്യവൽക്കരണം എന്താണെന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ വന്ന സംവിധാനം ഏതെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, ഏതാണ് നീതി ആയോഗ് എന്ന് പറയാം. പക്ഷേ ഇതൊരു SCERT ചാപ്റ്റർ ആണ്. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടില്ലേ. അതൊക്കെ ഈ ഒരു ചാപ്റ്ററിലാണ് പറയുന്നത്. ഈ ചാപ്റ്റർ എവിടെയാണെന്ന് വെച്ചാൽ 8-ാം ക്ലാസ്സിൽ 11-ാമത്തെ ചാപ്റ്ററാണ്. 8-ാം ക്ലാസ്സിൽ 11-ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. അതിൽ പറയുന്നുണ്ട് പുതിയ ചുവടുവെപ്പുകൾ 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനം അല്ലേ, ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇതിന്റെ എന്താണ് അതിന്റെ സ്ട്രക്ചർ, 2 പാർട്ട് ടൈം അംഗം, ഇതൊക്കെ എക്സാമിൽ ചോദിച്ചാൽ 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിൽ ഉൾപ്പെടും. പ്രധാന സർവകലാശാല, ഇതൊക്കെ എക്സാമിൽ ചോദിച്ച പ്രധാന സർവകലാശാലകളിലെ ഗവേഷണ സ്ഥാപനങ്ങളിലെയും ഉള്ളവരെയാണ് എന്ത് ചെയ്യുക താൽക്കാലിക അംഗങ്ങളാക്കുക. ഇതൊക്കെ കറക്റ്റ് എക്സാമിന് ചോദിച്ചാണ് അല്ലെ. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 അനൗദ്യോഗിക അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടാവുന്നൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ജോഗ്രഫിയിലോട്ട് പോകാം. ജോഗ്രഫിയിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യത്തെ എന്താണ് ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന നദികളുടെ ഉത്ഭവം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു അല്ലെ. ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും നമ്മൾ SCERT 10-ാം ക്ലാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതിൽ നിന്ന് തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ നമ്മളെ നാഷണൽ വാട്ടർ വേ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതൊക്കെ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ പ്രസ്താവനയായിട്ട് തന്നിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം, നദികളുടെ ഉത്ഭവം അല്ലെ, അതേപോലെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് 3 നമുക്ക് ഓൾറെഡി തന്നതാണ്. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ അല്ലെ, വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ തന്നെ ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ഉഷ്ണകാലത്താണോ അല്ല ശൈത്യ. അപ്പൊ ഇതെന്താണ് തെറ്റാണ്, ഇതെന്താണ് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. അത് ചോദിച്ചത്. അപ്പോൾ നദികൾ ബാക്കിയൊക്കെ അതിൽ കറക്റ്റ് തന്നില്ലാണ്. അവിടെ ശൈത്യകാലത്തുള്ള ഇവിടെ എന്ത് ചെയ്തു ഉഷ്ണകാലത്ത് നിന്നു, അത്രേ ഉള്ളൂ മാറ്റം. അപ്പോൾ ഇതാണ് തെറ്റ്. SCERT കറക്റ്റ് പഠിച്ചവർക്ക് അത് ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. അടുത്ത ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണല്ലോ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാവുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഇതും SCERT 10-ാം ക്ലാസ്സിൽ SCERT 2-ാമത്തെ ചാപ്റ്റർ ഉണ്ട്. എത്രയാണ്? 2-ാമത്തെ ചാപ്റ്റർ കാറ്റിന്റെ ഉറവിടം തേടി. അതിൽ പറയുന്നുണ്ട് അല്ലേ, അതായത് എന്താണ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്നും വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാവുന്നു അവിടെ കാരണം. അതേപോലെ എന്താണ് ലൂൺ ഉഷ്ണകാലത്ത്, ഇതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഓപ്ഷൻ തന്നെ ചിനൂക്ക് എന്താണ്, അതുപോലെ ഫെൻ എന്താണ്, ആൽപ്പസ് പർവ്വതങ്ങൾ കടന്ന് വടക്കൻ താഴ്വര വീശണമെങ്കിൽ, ഇതൊക്കെ പറഞ്ഞു. ചിലപ്പോൾ നാളെ അടുത്ത എക്സാമിനൊക്കെ ഈ പറഞ്ഞ ചിനൂക്കോ ഫെന്നൊക്കെ ആയിരിക്കും. അപ്പം മേ ബി അത് കൺഫ്യൂസിങ് ആവാം. ഇതാ ഒരു പേര് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് കിട്ടും. പക്ഷെ ഇതൊക്കെ ഒന്നും എന്ത് ചെയ്യുക നോക്കി വെച്ചിട്ട് പോവുക എക്സാമിന് പോകുമ്പോൾ. ഇതേ ചാപ്റ്ററിലാണ്. അടുത്ത ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ SCERT 10-ാമത്തെ തന്നെ നേരത്തെ പറഞ്ഞതാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഓൾറെഡി 3 ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണെന്നുള്ള കാര്യം. ഇതും ആ ഒരു ചാപ്റ്ററിൽ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് PSC കൊടുത്തിട്ടുണ്ട്. എന്നാൽ SCERT 10-ാം ക്ലാസ്സിൽ SCERT എത്രയാണ്, എത്രാമത്തെ ചാപ്റ്ററാണ്? 7-ാമത്തെ ചാപ്റ്ററാണ് ഇതിൽ കറക്റ്റ് അത് എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കാം. ഈ പറഞ്ഞ ചാപ്റ്റർ ഇവിടെ മാത്രമല്ല ബാക്കിയുള്ള കുറച്ച് ഇതിലും കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മൊത്തം സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററിയിലോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അല്ലേ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. അത് നമ്മൾ 10-ാം ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക് അല്ലെ. കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വേറെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അതിൽ കറക്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റി 1897 അമരവാദി കോൺഗ്രസും പിന്നെ ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോഗിച്ച് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു അല്ലെ. ഗാന്ധി ആൻഡ് അനാർക്കി, പേരൊന്നും ഗാന്ധി ആൻഡ് അനാർക്കി. അപ്പോൾ ഇവിടെ ഈ പോയിന്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എക്സാമ്പിൾ ഗാന്ധിയൻ സമരമാർഗത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച പുസ്തകമായിരുന്നു ഗാന്ധിയം അരാജകത്വം എന്നൊക്കെ പറഞ്ഞ എക്സാം ചോദിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് നോക്കി വെക്കുക. ആൻസറാണ് ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായരാണ്. അടുത്ത കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ട്ര വിളംബരം, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ SCERT പറയുന്ന സംഭവങ്ങളാണ്. SCERT പരാമർശിച്ചിട്ടുള്ള സംഭവമാണ് ഓരോ. അതായത് കേരളം ആധുനികതയിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞ അതേ ചാപ്റ്ററിന് കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെയാണ് ആ ഒരു എന്താണ് ഇതിൽ പറഞ്ഞ പോർട്ടുഗീസ് ഈ പറഞ്ഞ എന്താണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയുള്ള അവർക്ക് കേരളം, അത് 1741 കുളച്ചൽ യുദ്ധം എന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ബ്രിട്ടീഷ് സംഘത്തെ നാട്ടുകാർ വഹിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം 1721. അതുപോലെ തന്നെ ബാക്കി രണ്ടും കൂടി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എന്താണ് നമ്മളെ 1721 അത് പറഞ്ഞ് നമ്മൾ, അതുപോലെ തന്നെ എന്താണ് 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ട്ര വിളംബരം പറയുന്നുണ്ട്, വേലുത്തുമ്പി ദളവ. അതുപോലെ തന്നെ ഇതേ പറഞ്ഞ ഇതിൽ തന്നെ പഴയ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് 1792 എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ പോയിന്റ്സും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതേ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വർഷങ്ങൾ കറക്റ്റ് നമുക്ക് എന്ത് കിട്ടും, ഓർഡറിൽ കിട്ടും. അതിൻ്റെ വർഷങ്ങൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ആ വർഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്രമീകരിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുളച്ചൽ യുദ്ധം 1741, 1721, ശ്രീരംഗപട്ടണം 1792, കുണ്ട്ര വിളംബരം 1809. എന്നിട്ട് നേരെ എന്ത് ചെയ്യാതെ ഓർഡറിൽ ക്രമീകരിച്ച് എന്ത് ചെയ്യുക, എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ചേരുംപടി ചേർക്കുക എന്നാണ്. അതാണ് ചേരുംപടി ചേർക്കുക. അതായത് എന്താണ്, കുറച്ച് സംഘടനകളും അത് സ്ഥാപിച്ച ആൾക്കാരുമാണ് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ എന്താണ് അപ്പോൾ എന്താണ് ഈ പറഞ്ഞ SCERT 10ാം ക്ലാസ്സിൽ വീണ്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് സമരവും സ്വാതന്ത്ര്യ സമരവും അല്ലെ, സമരവും സ്വാതന്ത്ര്യവും. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തു. മേ ബി നമുക്ക് ചിലപ്പോൾ എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുമ്പോൾ മേ ബി ഒരു ഡൗട്ട് തോന്നാം, സുഭാഷ് ചന്ദ്രബോസും പഠിക്കണം. പക്ഷെ അതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. എന്താണ് അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്, SCERT ആണ്. SCERT ഏതാണ്, SCERT 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിലാണ് ഇതിൽ നമുക്ക് ലാലാ ഹർദയാൾ ഗദ്ദാർ പാർട്ടി അല്ലെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ രാഷ് ബിഹാരി ഘോസ്, അതായത് കോൺഗ്രസ് വിട്ട അദ്ദേഹം ആരാണ്, സുഭാഷ് ചന്ദ്രബോസ് ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകി. അപ്പോൾ പിന്നീട് ഇന്ത്യയുടെ സ്ഥാനത്ത് രാഷ് ബിഹാരി ഘോസ് എന്ത് ചെയ്തു, രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ് രൂപീകരിച്ചത്, രാഷ് ബിഹാരി ബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പം അതും അവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ നോക്കുകയാണ് ലാസ്റ്റ് എന്താണ് ഈ പറഞ്ഞ HS എന്താണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിവിടെ പറയുന്നുണ്ട്. 1920 ഡൽഹിയിൽ വെച്ച്, എവിടെയെന്ന് വെച്ചാൽ കൊടുത്തിട്ട് കേട്ടോ, ഡൽഹിയിൽ വെച്ചാണ് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് എന്ന സംഘടനയ്ക്ക് ഭഗത് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇത് നാളെ എക്സാമിന് ചിലപ്പോൾ നേരെ ഇതായിരിക്കും ചോദിക്കുക, എന്താണ് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്, എവിടെ വെച്ചാണ് ഇത് രൂപീകരിച്ചതെന്നൊക്കെ ആയിരിക്കും ചോദിക്കുക അല്ലേ. നെക്സ്റ്റ് 48ാമത്തെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ വേൾഡ് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് നമ്മളെ SCERT ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, ലോകം 20ാം നൂറ്റാണ്ട് അല്ലേ, രണ്ടാമത്തെ SCERT 10ാം ക്ലാസ്സിൽ. അപ്പോൾ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് 10ാം ക്ലാസ്സിലെ SCERT എന്നാണ്. ചാപ്റ്റർ 2 എന്താണ്, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പറഞ്ഞ സംഘടനകളൊക്കെ ആണല്ലേ, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, അതൊക്കെ 1ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തരുമ്പോൾ അവിടെ കറക്റ്റ് പറഞ്ഞ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഏതൊക്കെയുണ്ട്, ത്രികക്ഷി സഖ്യത്തിൽ ഏതൊക്കെ വരുന്നുള്ള കാര്യം, അച്ചുതണ്ട് ശക്തികളും 2ാം ലോക മഹായുദ്ധമാണെന്നുള്ള കാര്യമൊക്കെ കറക്റ്റ്. ത്രികക്ഷി സഖ്യം ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. 1ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിൽ വരുന്നതാണ്. അതൊക്കെ എന്താണ് ത്രികക്ഷി സൗഹാർദ്ദം. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഹിറ്റ്ലർ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ. അതാണ് ഈ പറഞ്ഞ എന്താണ് ഇത് ആരാണ് നമ്മുടെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്ത് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇതിനായി
തവിട്ട് കുപ്പായക്കാർ എന്ന സൈന്യത്തിന് ഗസ്റ്റപ്പോ എന്ന രഹസ്യസംഘത്തിന് രൂപം നൽകി. നമ്മളെ ഹിറ്റ്ലറെ പറ്റി പറയാണ്. ആരെ പറ്റി പറയാണ്? ഹിറ്റ്ലറെ പറ്റി പറയാണ്. നാസിസത്തിനെ പറ്റി പറയാണ്, ഹിറ്റ്ലറെ പറ്റി പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇതിലോട്ട് വരിക. അപ്പൊ ഇതിലെന്താണ്? തവിട്ട് കുപ്പായക്കാർ അല്ല, അതാണ് വരിക. എന്താണ്? അതുപോലെ തന്നെ കരിങ്കുപ്പായക്കാർ എന്താണ്? ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായ എന്ന സൈനിക ഉപയോഗിച്ച് എതിരാളികൾ എന്ത് ചെയ്തു? അടിച്ചമർത്തി. ആരെ പറ്റിയാ പറയുന്നത്? ഇത് നമ്മളിതിൽ ആരാണ്? മുസോളിനിനെ പറ്റി പറയുകയാണല്ലേ. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. എന്താണ്? ഈ പറഞ്ഞ അത് മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കത് മാച്ച് ചെയ്യാൻ പാടൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 51ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചേരുംപടി ചേർക്കാനാണ്. ഇതും 10ാം ക്ലാസ്സിലാണ്. സംസ്കാരവും ദേശീയതയും 10ാം ക്ലാസ്സിൽ ഈ പറഞ്ഞ ചാപ്റ്ററൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഒരു പോയിന്റ് ഒഴിയാതെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പം സംസ്കാരവും ദേശീയതയും എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഈ പറഞ്ഞ സമരകാലത്ത് പത്രങ്ങളും നേതൃത്വം നൽകിയവരാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് പത്രങ്ങളും നേതൃത്വം നൽകിയ ആൾക്കാരുമാണ് ചോദിച്ചിട്ടുള്ളത്. പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കുകയാണ് മിറാത്തുൽ അക്ബർ, നമുക്ക് രാജാറാം മോഹൻ റോയ് എന്ന് അറിയാം, അത് SCERT ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്? കേസരി മറാത്ത, ബാലഗംഗാധര, കോമൺവെൽത്ത്, ആനി ബസന്റ്, യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി എന്നൊക്കെ നമ്മൾ മാച്ച് ചെയ്യും. ഇതൊക്കെ കറക്റ്റ്. നാളെ ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഇതാവണമെന്നില്ല, ഇത് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. നാളെ ഇതാവണമെന്നില്ല. നാളെ ഇതിൽ എന്ത് ചെയ്യുക? മാറ്റം വരാം. അപ്പം നമ്മൾക്ക് കറക്റ്റ് അത് മാച്ച് ചെയ്യാൻ നമ്മളത് SCERT ഒന്ന് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അതിൽ പറയുന്നുണ്ടതാണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ ബംഗാളി ഭാഷ സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷ, ആ ഭാഷ കൊടുത്തിരിക്കുക പേർഷ്യൻ ഭാഷയിൽ ഇറക്കിയ മിറാത്തുൽ അക്ബർ എന്നീ പ്രസിദ്ധീകരണം ലതി സാമൂഹ്യ പരിഷ്കരണം ദേശീയ എന്തിനൊക്കെ ഊന്നൽ നൽകിയെന്നൊക്കെ. അതുകൊണ്ട് ഈ പറഞ്ഞ ടെസ്റ്റ് നന്നായിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളും സ്ഥാപകരും എന്ന് പറഞ്ഞ ഒരു കോളായിട്ട് തന്നെ നമ്മൾ SCERT കൊടുത്തിട്ടുണ്ട്. ഈ കോളം ഗംഗാധര തിലക് എന്നറിയാം. അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് എന്താണ്? മിസ്സിസ് ആനി ബസന്റ് ആണ്. അതുപോലെ അതുകൊണ്ടാണ് ഓപ്ഷനിൽ മിസ്സിസ് ആനി ബസന്റിന് തന്നെ അല്ലേ. യങ് ഇന്ത്യ ആരാണ്? മഹാത്മാഗാന്ധി. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാം? നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പം മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇതല്ലാണ്ട് ചില സിമ്പിളായിട്ട് ചില ക്വസ്റ്റ്യൻസും SCERT പറയുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. എല്ലാ മേഖലയും നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വിവരാവകാശ നയവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഇതൊക്കെ SCERT ചോദിച്ചാണ്. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് അത് വിട്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതൊക്കെ എന്താണ്? SCERT ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു മെയിൻസ് എക്സാമിന് പോകുന്ന സമയത്ത്, 10th ലെവൽ മെയിൻസിനൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് ഒക്കെ എക്സാം നടക്കാണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് SCERT പോയിന്റ്സുകൾ പഠിക്കാന്നുള്ള കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും. ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചനുസരിച്ചാലും പൊതുവെ SCERT എന്നുള്ള പ്രസ്താവനകൾ അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? നന്നായിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനും ഡിഗ്രി പ്രിലിംസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് SCERT ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? പോവുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടേൺ ടു സക്സസ് എന്നാണ്. അവിടെ ലൈവ് ക്ലാസ്സസും ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ടെലിഗ്രാം ചാനലും കൂടി എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യുക.